നന്ദി. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ അവർകൾ, അങ്ങയുടെ നല്ല വാക്കുകൾക്ക്, അങ്ങ് പകർന്നു തന്ന അറിവുകൾക്ക്, സ്നേഹ സന്ദേശത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അങ്ങയെ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ വിശിഷ്ടാതിഥി പ്രശസ്ത സിനിമാ താരം ശ്രീ ജഗദീഷിനെ തൻ്റെ വാക്കുകളാൽ ഈ ആഘോഷവേദിയെ സമ്പന്നമാക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ സമ്പന്നമായ അധ്യക്ഷ വേദിക്കും ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും ജഗദീഷിനെ ജഗദീഷാക്കിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാംസ്കാരിക ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ പൂർണ്ണത്രയീശന്റെ ക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ ഉത്സവമാണ് ഓണം. പക്ഷേ ഞാൻ സ്നേഹത്തിന്റെ ഉത്സവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ഈ അധ്യക്ഷ വേദി അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളുമായിട്ടുള്ള എൻ്റെ അടുപ്പം ഒന്നോ രണ്ടോ വാക്കുകളിൽ ഞാൻ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കാത്തിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള എൻ്റെ അടുപ്പം. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനങ്ങളും എനിക്ക് വേണ്ട എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ എനിക്ക് എന്തും വളരെ തുറന്ന് സംസാരിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പലരും പലതും പറയും. വെരി ഡാഷിംഗ് സതീശൻ, വെരി ഡെയറിംഗ് സതീശൻ, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ. ദോഷൈക ട്രിക്കുകൾ പറയും വെരി ഡോമിനേറ്റിംഗ് സതീശൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഞാനിത് പറയാൻ കാരണം ഒരു അനുഭവം മാത്രം പറയാം. രാഷ്ട്രീയമില്ല, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ആഘോഷമാണ്. ഒരു ചെറിയ അനുഭവം പറയാം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നെ ഒരു ദിവസം പ്രചരണത്തിന് കിട്ടണമെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് തുരുതുരാ യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അവിടെ ചെന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എത്ര പ്രസംഗങ്ങൾ? 42 മീറ്റിങ്ങുകളോ. ജഗദീഷ് ചേട്ടൻ അത്രയൊന്നും പ്രസംഗിക്കണ്ട, ഒരു 21 അല്ലെങ്കിൽ 22, അതിൽ കൂടുതൽ വേണ്ട. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കി. അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൾ, ഇത് 42 യോഗങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓടി ആ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഞാൻ വന്നോടൻ സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്, CM അങ്ങയുടെ പ്രസ് മീറ്റ് കാണാൻ ഞങ്ങൾ താല്പര്യപൂർവ്വം ബുധനാഴ്ചകളിൽ കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല എന്റർടൈൻമെന്റ്, അത് വിനോദവും വിജ്ഞാനവും അതിനകത്തുണ്ട്. ദ വേ ഹീസ് ഹാൻഡ്ലിംഗ് പ്രസ്, അത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അതല്ലാതെ സൂപ്പർ ഫ്ലോസ് ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടല്ല ഡീൽ ചെയ്യുന്നത്, മറിച്ച് കാര്യങ്ങൾ പഠിച്ച് അപഗ്രഥിച്ച്. പ്രതിപക്ഷ നേതാവാകുമ്പോഴും എൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം നിയമസഭാ സെക്രട്ടറിയിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. നിയമസഭയിലെ പ്രസംഗങ്ങളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസുകൾ എല്ലാം തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര താല്പര്യത്തോടുകൂടിയാണ് ജനങ്ങൾ കേട്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമല്ല. ഞാൻ നിഷ്പക്ഷനായിട്ടുള്ള ഒരു കലാകാരൻ. എനിക്ക് കലാകാരന് ഈ സർക്കാരിന് വിമർശിക്കാനും നല്ലത് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും എനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥാനങ്ങൾ വഹിക്കാത്തതിന് എന്തെങ്കിലും ജനപക്ഷ നിലപാടുകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അതിന് വേണ്ട പരിഹാരവും അദ്ദേഹം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അനൂപ് ജേക്കബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, TM ജേക്കബ് സാറുമായിട്ട് ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു കലാകാരനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അനൂപ് ജേക്കബ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ജേക്കബ് സാറിനാണ് ഓർക്കുന്നത്. ആ സ്നേഹവായ്പ കാളവയൽ മത്സരം ഒക്കെ തന്നെ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ജേക്കബ് സാറിന്റെ ക്ഷണം സ്വീകരിച്ച്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് സാറ്, അദ്ദേഹമായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അന്ന് അദ്ദേഹം വളരെ സമയമെടുത്ത് എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വളരെ സത്യസന്ധനായിട്ടുള്ള ആത്മാർത്ഥതായിട്ടുള്ള ഒരു നേതാവിനെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അതേപോലെ തന്നെ ഹൈബീരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനായ, പാർലമെന്റിൽ നമ്മുടെ ജനങ്ങളുടെ ശബ്ദം മുഴക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുള്ള, യുവാക്കളുടെ എന്നും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന പ്രസരിപ്പുള്ള ഒരു നായകൻ, നേതാവ്. ഭാവിയിൽ ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് വഹിക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ദീപക് ജോൺ, നമ്മുടെ പ്രിയങ്കരനായ MLA,
ദീപക് ജോയോട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമായ രമേശ് പിഷാരടിയാണ് ഇന്ന് രാവിലെ വിളിച്ച്, ഞാനിവിടെ കുഞ്ചാക്കോ ബോബന്റെ ചിത്രം ഹെയിൽ മേരി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ മഹാരാജാസ് കോളേജിലാണുള്ളത്. അപ്പോൾ ദീപക് ജോയോട് രമേശ് പിഷാരടിയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ രമേശ് പിഷാരടി എൻ്റെ അടുത്ത് പറഞ്ഞു, ദീപക് ജോയ് എന്ന് പറയുന്നത് വളരെ ജനകീയനായിട്ടുള്ള ഒരു നല്ല MLA ആണ് ജഗദീഷ് ഏട്ടാ, അദ്ദേഹത്തിന് വേണ്ടി ഇന്നൊന്ന് വരണം. ഒരു ഷോർട്ട് നോട്ടീസാണ് എനിക്ക് കിട്ടിയത്, എന്നാൽ പോലും ഞാൻ വന്നു. അങ്ങനെ ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ എന്നെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു, മുനിസിപ്പൽ ചെയർമാൻ വളരെ സാധാരണക്കാരന്റെ മനസ്സുള്ള ഒരു മുനിസിപ്പൽ ചെയർമാനാണ് ശ്രീ ബാബു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ സ്നേഹത്തിന്റെ മുഖങ്ങളാണ്. ഇനി സ്നേഹത്തിന്റെ മുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂടി എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ദാ ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ട് നിങ്ങളൊന്ന് കാണുക. ഇതെന്താണ് ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഓണക്കോടിയായി ശ്രീ കുഞ്ചാക്കോ ബോബൻ എനിക്ക് ഇന്നലെ സമ്മാനിച്ചതാണ്. മാത്രമല്ല, കുഞ്ചാക്കോ ബോബന്റെ പ്രിയ പത്നി പ്രിയ എനിക്കും കുറച്ച് കലാകാരന്മാർക്ക് വേണ്ടി അവരുടെ കൈകൊണ്ട് പാചകം ചെയ്ത ഉപ്പേരിയൊക്കെ കൊടുത്തയക്കേണ്ട. ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്നേഹത്തിന്റെ ആഘോഷം ഇവിടെ സാംസ്കാരിക ഉത്സവമാണ്. സ്നേഹത്തിലൂന്നി, സാഹോദര്യത്തിലൂന്നി, മതനിരപേക്ഷതയിൽ, മതസൗഹാർദ്ദത്തിലൂന്നി കൊണ്ടാടുന്ന ഈ ആഘോഷം എന്ന് പറയുന്നത് നാടിന് തന്നെ മാതൃകയാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോൾ അത് നാടിന്റെ മഹത്വമാണ് ഉയർത്തി കാട്ടുന്നത്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വര നിശ്ചയമാണ്. ഇത് ഐശ്വര്യത്തോടെ തന്നെ ഇത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അങ്ങയുടെ ഊർജ്ജസ്വലമായ വാക്കുകൾക്ക് നന്ദി ശ്രീ ജഗദീഷ്. പ്രത്യേക ഒരു അഭ്യർത്ഥനയുണ്ട്. ഭിന്നശേഷിക്കാരായ ദിവ്യാംഗരായ കുട്ടികൾ അവിടെ